സയന്റിസ്റ്റ്. ഏതാ ഈ സയന്റിസ്റ്റ്? ഇതിനെ കുറിച്ച് ഈ പഠിക്കുന്ന സയന്റിസ്റ്റുകൾ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞൊക്കെ ചന്ദ്രനിലേക്ക് ആളെ വിട്ടു എന്ന് പറയുന്നതും അവിടെ മറ്റാൾ നീൽ ആംസ്ട്രോങ് കാലുകുത്തി എന്ന് പറയുന്നതും. ചേട്ടാ അത് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ആദ്യം ഞാൻ ചോദിക്കട്ടെ. വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുന്ന് ഇത്രയും വലിയ സെറ്റപ്പ് വേണം ഒരു റോക്കറ്റ് വിടണമെങ്കിൽ. അതെ, അത് ഇതൊന്നും പോരാഞ്ഞിട്ട് 10 മുതൽ 1 വരെ ഒരാൾ എണ്ണണം. അല്ല എണ്ണലും അതുമായിട്ട് ബന്ധമല്ല ചേട്ടാ. എണ്ണീറ്റ് 1 വരെ എത്തിയാലല്ലേ വണ്ടി വിടുള്ളൂ. അതൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ. ഇത് എങ്ങനെയാ റോക്കറ്റ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ പ്രവർത്തനം എങ്ങനെയാ? ഇതിന്റെ ഭ്രമണപഥം ബ്രേക്ക് ചെയ്യണമെങ്കിൽ അതിന് സ്പീഡിൽ ഈ സാധനം പോകണം. ഒരു സാധനം സ്പീഡിൽ പോകണമെങ്കിൽ അത് കത്തിയിട്ടാണ് പോവുക. ഈ കത്തുമ്പോൾ മൂട്ടിൽ മാത്രം തീ വരുന്ന സാധനം അല്ലത്. കത്തി ഇല്ല. അത് അന്തരീക്ഷവുമായിട്ട് ബ്ലെൻഡ് ആകുമ്പോഴാണ് കത്തി ഇല്ലാതെയാവണം ആ ബോഡി. അപ്പൊ ഈ ഭൂമിയുടെ ഭ്രമണപഥം ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ റോക്കറ്റിന്റെ പകുതി ഭാഗം ഇല്ലാതെയായി. പിന്നെ സ്പേസിൽ ഓക്സിജനും ഇല്ല. പിന്നെ അവിടെ ട്രാവൽ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി കത്തണം. പിന്നെ ചന്ദ്രന്റെ ഭ്രമണപഥം, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇടപ്പള്ളിയിലേക്കുള്ള ദൂരമല്ല. ആ ദൂരം കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പരിമിതികളുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് അറിയാത്ത ഹൈദരാബാദ് തന്നെ വരുമ്പോൾ നമുക്ക് എത്ര പ്രാവശ്യം വഴി തെറ്റും? ഒന്ന് പോയി നോക്കുക. ആ ചന്ദ്രന്റെ ഭ്രമണപഥത്തെ കണ്ടുപിടിച്ച് അതിന്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ പിന്നെയും കത്തും റോക്കറ്റ്. എന്നിട്ട് കത്തിയിട്ട് അതിന്റെ മോനെയാണ് ചന്ദ്രനിൽ വന്നിട്ട് ലാൻഡ് ആവണം. തിരിച്ചത് ആരെങ്ങോട്ട് തള്ളി വിടുന്നത്? ഓക്കെ, ഇനി എന്റെ ഡൗട്ട് പറഞ്ഞു. അല്ല, തിരിച്ച് ഇത്രയും വലിയ സെറ്റപ്പ് അവിടെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട്? തിരിച്ച് ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് ഇങ്ങോട്ട് തിരിച്ചു വരണ്ടേ? അത് അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ച് ലോഞ്ച് ചെയ്യാനായിട്ടുള്ള ഫ്യൂവലും ഇതും കൊണ്ടാണ് അവർ ഇറങ്ങുന്നത്. പിന്നെ തന്നെ ഇവിടെ ഇത്രയധികം ചിലവ് മുടക്കി ഇത് ഇത്രയും ഉണ്ടാക്കണം. ചേട്ടാ അതും കൂടെ കൊണ്ടുപോണ്ടേ? അതും ഇതിനകത്ത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തിനാ ഇത്രയും വലിയ ഈ പറയണ റോക്കറ്റ് ലോഞ്ച് കേന്ദ്രങ്ങൾ ഇങ്ങനെ വലുതാക്കി എക്സ്പെൻസീവ് ഉണ്ടാക്കണം? അവിടെ നിന്ന് ഇത്രയും സിമ്പിളായിട്ട് സാധനം വിടാങ്ങ ഇത്രയും സിമ്പിളായിട്ട്. അവിടെ ഈ എർത്തിന് ഗ്രാവിറ്റി ഉണ്ട്, അറ്റ്മോസ്ഫിയർ ഉണ്ട്, ചന്ദ്രന് ഗ്രാവിറ്റി. അവിടെ നിന്ന് കൈകൊണ്ട് തള്ളി കൊടുക്കാൻ പോലും ഒരാളില്ല. അതാണ് ചേട്ടാ ഇവിടെ ഇത്രയും ഈ സാധനം കത്തി അവിടെ ഇല്ല. അവിടെ എത്തുമ്പോ അതിന്റെ ടോപ്പാണ് എത്തുന്നത്. ടോപ്പും അടുത്ത ഒരെണ്ണമുള്ള സാധനവും കൂടെയാണ് അവിടെ എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് അങ്ങനെ വിട്ടാൽ മതിയില്ലേ? എന്തിന് ഇത്ര എക്സ്പെൻസ്? ഇവിടുന്ന് ഒരു റോക്കറ്റ് വിട. പിന്നെ എന്തുകൊണ്ട് അമേരിക്ക അതിനുശേഷം ഒരു റോക്കറ്റ് വിട്ടില്ല? അതാണ് എന്റെ ചോദ്യം. ഒരു പ്രാവശ്യം അവർ കൊണ്ട് ഇറക്കി, ശരി. പിന്നെ ഞാനൊരു കാര്യം ആലോചിക്കട്ടെ. പോയിട്ടില്ല. പിന്നെ ഞാനൊരു കാര്യം ആലോചിക്കട്ടെ. ഇവിടുന്ന് 2 മനുഷ്യന്മാരെ അങ്ങോട്ട് വിട്ടു എന്ന് വിചാരിക്കാം. ചന്ദ്രനിൽ അവർ 2 പേരും ആദ്യം എത്തിയ മനുഷ്യന്മാരല്ലേ? നീൽ ആംസ്ട്രോങ് ആദ്യം കാലുകുത്തി എന്നുള്ള പൊറോട്ടക്കഥ എന്തിനാ പഠിക്കുന്നത്? ഇവിടുന്ന് ചെക്കൻ്റെ വീട്ടിലേക്ക് ഒരു ഗ്രൂപ്പ് പോയാ അമ്മാവൻ ആദ്യം കാലുകുത്തി എന്ന് പറയോ? ആ പോയവരൊക്കെ ചെക്കൻ്റെ വീട്ടിൽ പോയവരല്ലേ? അതൊക്കെ ന്യായീകരിക്കാൻ പറ്റും. അപ്പൊ നമ്മളെ ശ്രദ്ധ തിരിച്ചത് അവര് ഇവൻ എന്തോ തകരാറ് മൂലം ശരിയാക്കണ സമയത്ത് നീൽ ആംസ്ട്രോങ് ആദ്യം ചന്ദ്രനിൽ കാലുകുത്തിയ പൊറോട്ടക്കഥ. അവര് തമ്മിൽ അവര് 2 പേരും ചന്ദ്രനിൽ ഇറങ്ങിയവരാദ്യം. അങ്ങനെയല്ലേ വരേണ്ടത്? അപ്പൊ തന്നെ മനസ്സിലായി കൂടെ എല്ലാവരും ആ കഥയുടെ പിന്നാലെ പോവുള്ളൂ. ഏത് അവൻ റെഡിയാക്കണ സമയത്ത് നീൽ ആംസ്ട്രോങ് ആദ്യം കാലുകുത്തി. ഈ റോക്കറ്റ് ലോഞ്ച് നടക്കുന്നതും മൂൺ ലാൻഡിങ് നടക്കുന്നതും അമേരിക്കയും റഷ്യയും തമ്മിൽ കോൾഡ് വാർ നടന്നുകൊണ്ടിരുന്ന സമയത്താണ്. അപ്പോൾ ഒരു തിയറി എന്ന് പറഞ്ഞാൽ എനിക്ക് കേട്ടിട്ട് അല്പം ശരിയാണെന്ന് തോന്നിയൊരു, അതായത് ഈ നാസയാണല്ലോ അമേരിക്കയുടെ പരിപാടി. അവിടെയാണല്ലോ ഈ സയന്റിസ്റ്റുകളൊക്കെ പറയണത്. അതെ. ഒന്നാമത് ഈ ഡേ നൈറ്റ് എന്ന് പറയുന്ന സംഭവമേ ലോകത്തില്ല. ഉണ്ടാ? ഡേ നൈറ്റ് നമ്മുടെ പെർസെപ്ഷനിലുണ്ട് ഉണ്ടെന്നുള്ളൂ. ആ ഡേ നൈറ്റ് എന്ന് പറയുന്നത് എന്താ? അവിടെ നിന്ന് ഒരു വെളിച്ചടിക്കുന്നു. ഈ കപ്പ് ഇവിടെ ഇരിക്കുന്നു, ഇവിടെ അതിന്റെ ഷാഡോ, ലൈറ്റ് കിട്ടുന്നില്ല. അതെ, അപ്പുറത്ത് ലൈറ്റ് കിട്ടുന്നുണ്ട്. ഇത് അപ്പൊ അതിന് ഡേ നൈറ്റ് എന്ന് പറയുന്നു. സോളാർ സിസ്റ്റം അല്ലെങ്കിൽ സോളാർ സിസ്റ്റം മൊത്തം നോക്കുമ്പോ അവിടെ ഒരു ഡേ നൈറ്റ് ഉണ്ടാ? ഇല്ല. അവിടെ എപ്പോഴും ഡേ ആണ്. സൂര്യൻ വെട്ടം ഉണ്ടെങ്കിൽ അവിടെ ലൈറ്റ് ഉണ്ട്. അപ്പൊ ഒരു ഡേ പോലും ഇല്ല. സൂര്യൻ ഉണ്ടെങ്കിൽ അവിടെ ലൈറ്റ് ഉണ്ട്. ഒരു ഡേ പോലും ഇല്ല. പിന്നെ ഇതിങ്ങനെ ലൈറ്റ് കത്തിച്ച് വെച്ചിരിക്കുന്നല്ലോ. സൂര്യൻ തീയല്ലേ? അപ്പൊ ഒരു സാധനം കത്തി അത് ഇല്ലാതെയാവില്ലേ? നിരന്തരമായി കത്തിക്കണമെങ്കിൽ അത് എന്ത് സാധനം ആയിരിക്കണം? ഗ്യാസ്. അത് റൗണ്ട് ആണോ? അപ്പൊ അത് റൗണ്ട് ഈ പറയുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന നക്ഷത്രത്തിന് ഇതിനാണ് ആകൃതി. അല്ല,
നമ്മൾ കാണുന്ന നക്ഷത്രം എന്നോ കത്തി തീർന്ന സാധനമാണെന്നാ പറയുന്നത്. പക്ഷെ നമ്മൾ ചെറുപ്പം മുതൽ ഒരു നക്ഷത്രം കാണുന്നുണ്ടെങ്കിൽ ആ നക്ഷത്രം അവിടെ ഉണ്ട് ഇപ്പോഴും. അത് അത്രയും വർഷം എടുത്താണ് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് പക്ഷെ അതിന്റെ സ്ഥാനം പോലും മാറാതെ ഇപ്പോഴും പല ആകൃതിയിലുള്ള നക്ഷത്രങ്ങളുണ്ട്. പക്ഷെ ഈ നക്ഷത്രങ്ങളൊന്നും ആ ഷേപ്പ് അല്ല. അതെ, നക്ഷത്രങ്ങൾ ഒരു അപ്പൊ ഈ സംഭവമൊക്കെ നമ്മുടെ മൈൻഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്.